ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഏഷ്യൻ ക്രൂയിസ്. പേരെടുക്കിടക്ക് മറന്നുകൊണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മീനെ വിട്ടായിരുന്നു. അത് നമ്മൾ നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ മീനെ നോക്കാൻ വേണ്ടി വരുവാണ് നമ്മൾ. മീനെ കിട്ടിയാൽ കൊള്ളായിരുന്നു ഗൈസ്. ക്യാമറമാൻ്റെ കൊടുക്കുക ഗൈസ്. കൊട്ടുകൊള്ള ഗൈസ്. അപ്പോൾ മീനുണ്ടോ നോക്കുക. ഇത് വാമ എന്താ ഇപ്പോൾ ഇത് അടിച്ചിട്ടില്ല ഗൈസ്. നാളെ വരുമ്പോൾ ഗൈസ് ഇവിടെ എവിടെയും കിട്ടില്ല അല്ലേ? നമുക്ക് പാലം ഇതിപ്പോൾ ഫുഡുണ്ട്. മീൻ തിന്നിട്ട് പോയി. മീൻ ഫുഡ് തിന്നിട്ട് പോയി. കുഴിഞ്ഞില്ല നമുക്ക്. പക്ഷേ ഒരു തീറ്റിട്ടത് വേറെ അതും ഫുഡ് തന്നിട്ട് പോയി. വേറെ മീൻ വെച്ചിട്ടുണ്ടോ? ഇല്ലേ, ഒരു മീൻ പോലും കിട്ടിയില്ല അല്ലേ? ഇത് നോക്കി, ഈ മീനെ കിട്ടിയ ഒരു കുഞ്ഞു മീനെ പിടിക്കാം. അത് വെച്ച് ക്യാമറ ഷൂട്ട് ചെയ്ത കുഞ്ഞു ഇവിടെ തന്നെ ഞാൻ പാത്രമായിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ പാത്രമായിട്ട് വരാം. മീൻ പോലും അടിച്ചില്ല. അതാണ് എനിക്ക് ഒരു മീൻ പോലും അടിച്ചത്. ഒന്നുമില്ല അടിച്ചു. ഒരു മീനാണെങ്കിലും അടിച്ചു. അതുമില്ല. ചെരുപ്പുണ്ടോ അവിടെ കയറുമ്പോൾ? നമുക്ക് മീനെ പിടിക്കാം ഗൈസ്. ചെരുപ്പ് പൂർണ്ണോ പൂർണ്ണോ മീനൊക്കെ നല്ല ഓണം. ഇതിപ്പോൾ മീനൊക്കെ ഹൈ ലെവൽ സ്പീഡിലാണ് ഓണേ. അവിടെ മീനുണ്ടാവും നോക്കിച്ച്. ഇവിടെ എന്താ? ആ ഉണ്ട്.
വാല് അടിച്ചെങ്കിൽ അതിനെ എടുക്കായിരുന്നു. ചിലപ്പോൾ രാത്രി എങ്കിലും അടിക്കായിരിക്കും. ഇന്നലെ കിട്ടി രാത്രി. നമുക്ക് മീനെ പിടിക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഞാൻ കുറച്ചൊക്കെ അതിനകത്തിട്ട് 2 എണ്ണം അതിനകത്തിട്ട് രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതലിട്ട് പിടിച്ചറാ ചെയ്യാൻ പിടിച്ചോ. കിട്ടിയ മീൻ കിട്ടിയാ? അത് ഇന്നത്തെ മഴയത്ത് പോയി കാണും മീൻ. വെള്ളം കയറിയില്ലേ? ഒരു മീനെ കയറ്റിയാൽ മതി. കൊതുക് അതിനെ പിടിച്ച് ആ മീൻ പോയി. മിസ്സായടാ. ഇതിനെ കിട്ടും തോറും മിസ്സായി കൊണ്ട്. പാമ്പുണ്ട്, അതാണ് സീ. പയ്യെ എന്താണെന്നറിയില്ല. മീൻ ഓടിപ്പോയില്ലേ? ഓ അമ്മേ കഴിഞ്ഞ ദിവസത്തെ പോലെ കിട്ടിയോ? ഇത്ര സാധനം കിട്ടൂല. ഇന്നലെ കിട്ടിയിരുന്നു കുറേ. ഇന്നലെ കുറേ ഉണ്ടായിരുന്നു. കിട്ടിയ മീൻ കിട്ടിയാ? അവിടെ കിട്ടില്ലടോ മാഷേ. കിട്ടും അച്ഛേ. ഇവിടെ ഉണ്ട് അച്ഛേ മീൻ. അതാ മറ്റേ ചെറിയ മീനല്ലേ? ചെറിയ മീനാണെങ്കിൽ എന്താ? നമുക്കിതിൽ ആ സൈഡിൽ വലിയ ബ്രാലിന് പയ്യെ ഒച്ച ഉണ്ടാക്കാണ്ട് അങ്ങോട്ട് വാ. കിട്ടി. അവിടെ ചെളിവെള്ളമായതുകൊണ്ട് കാണാൻ പറ്റില്ല. ആരെ ഇവിടെ കിട്ടിയവനെ. അവനെ കിട്ടി. അവനെ പൊക്കിയാൻ കാണാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വേറെ വെള്ളത്തിൽ ഇട്ട് ഇല്ല. ഓക്കെ, ഇത് വേറെ നോക്കാം. ഒരു മീനെങ്കിൽ ഞാൻ പിടിക്കൂലേ ചേ? അതിനെ അങ്ങനെ ഇതാക്കി കളയല്ലേ, തല്ലി കിടത്തി കളയല്ലേ ചേട്ടൻ എന്നെ പറഞ്ഞു. അതിനെന്ത് ചെയ്യണം മീൻ? നമ്മൾ കുറച്ച് നല്ല ക്ലിയർ വെള്ളമാക്കി അതിനെ മറ്റേ ആ എൻ്റെ അത്ര ഉള്ള ഇതല്ലേ അതിനകത്തോട്ട് ഇടും. ക്ലിയർ വെള്ളത്തിൽ ബട 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 ഇവിടെ പറ്റുക ഇട്ടിട്ടുണ്ട്. പക്ഷെ മീനെ കാണാനില്ലല്ലോ. പോയാ കുട്ടൻ കേട്ടിരിക്കുന്നു. കുട്ടൻ കുടാ 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 കുട്ടാ കുട്ടാ. കുട്ടനെ ഞാൻ പിടിച്ചിട്ടേ
നല്ല വെള്ളമാക്കട്ടെ, നല്ല വെള്ളത്തിലാക്കട്ടെ. എന്നിട്ട് ഇങ്ങോട്ടുണ്ട്. ഇവിടെ അതിനകത്തില്ല, പക്ഷെ ഇവിടെ അവിടെ പോയി കൂട്ടാ. ഇതിനകത്ത് കുട്ടൻ കയറിയിടുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇടാം. വാ ബാച്ചി, നമുക്ക് അങ്ങോട്ട് ഇടാം. പാവല്ലേ, നമുക്ക് കുറച്ചും കൂടെ സ്ഥലം കൊടുക്കണ്ടേ ചേ. ആരുമില്ലാത്ത സ്ഥലത്ത് പോയി എന്നെ വളരാനാ. നമുക്ക് പോയി അപ്പുറത്തിടാം. അല്ല, അപ്പുറത്ത് ഒരു ചൂണ്ടത്തി വെച്ചില്ലായിരുന്നു. അവിടെ നമ്മൾ 3 ചൂണ്ടിട്ട്. അവിടെ ഒരു ചൂണ്ട വെച്ചില്ലായിരുന്നു. ചെമ്മീൻ തന്നെ വേണം നമുക്ക്. അത് ഇടണമെങ്കിലേ അടുത്ത ഞായറാഴ്ച നമുക്കൊരു 10 ചൂണ്ടായിട്ട് വരാം. ഇപ്പം കാണാൻ പറ്റില്ലേ? കണ്ട കണ്ട കണ്ടേ, കാണാൻ പറ്റുന്നുണ്ട്. കണ്ട ഈ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. കണ്ട അവിടെ വെട്ടി കണ്ട, അവിടെ വെട്ടി കണ്ട, മീൻ വെട്ടി കണ്ട. ഇല്ല അവിടെ കണ്ട. അങ്ങോട്ടേക്ക് പോവാം. അവിടെ കിട്ടലിടും പക്ഷേ ആരത് ഇതിട്ടല്ല. ആ പോണി പോയിക്കോട്ടെ, നമുക്ക് വേറെ മേടിക്കാം. അത് കൊള്ളില്ല. നൂല് പൊട്ടിപ്പോയാണത്. അതാണ് എനിക്കൊരു പേടി. നല്ല മീനാ, നല്ല മീനാ. ആ പൊക്ക് 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 പൊക്ക്. ആ ചൂണ്ട അങ്ങനെ ആയിരിക്കില്ലേ, മേത്ത് ചുറ്റും.
അമ്മ ഇത്രയുണ്ട്. നരൻ നരൻ നരൻ. നല്ല മീന നല്ല മീന. കുളത്തപ്പെടുത്തു. ഇതിപ്പോ കുളത്തിൽ തരുന്നുണ്ട്. മണി തന്നോടായിരുന്നു കൊള്ള. ഇത് മണി തക്കാതലല്ലേ പറ. അതേയും താണ്ടി പുനിതമാണത്. കുളത്ത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ആ നരം കളിച്ച് കുളത്തെ ആ നരനകത്ത് തന്നെ കുടുങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തു. കുളത്ത് കുട്ടേട്ടാ ഇത് വേണം എൻ്റെ അടുത്ത്. ഇതിപ്പോ ഞാനേ അങ്ങോട്ട് വരട്ടെ. നമുക്കുണ്ടെങ്കിൽ ഓടിപ്പോ മീനുകളെ. ഓടിപ്പോ മീനുകളെ. ഓടിപ്പോ ഓടിപ്പോ. കുളത്തെടുത്തേക്കണണ്ട ഗൈസ്. കുളത്തെടുത്തേക്കണണ്ട. ആ അത് ചിറ്റിയൊക്കെയാണ് മാഷേ. ഓ വലിക്കല്ലേ. നിനക്കൊന്നും ചെയ്യില്ലട്ടാ. അച്ഛൻ്റെ കൈ പോവും. അത് അനങ്ങാണ്ട് അത് കോലും അനങ്ങാണ്ട് അനക്കരുതേ. വലിക്കരുതേ. അതങ്ങോട്ട് വെച്ചാറേ. നമുക്ക് നാളെ നമുക്ക് വീട്ട് ചെയ്യാം. വീട്ടിൽ മറ്റൊരു കുളത്തിലുണ്ട് നോക്കി. ആ 2 ഇതിൽ അതവിടെ പോയി. അതോടെ വെച്ചോ. കണ്ണിക്കുള്ളത്. അല്ല ഇങ്ങോട്ട് നീക്കിട്ട്. ഞാൻ അവിടെ പോയി ചൂണ്ടിടാം. ഇതിപ്പോ ഇതിനകത്ത് തീറ്റയുണ്ട് ഗൈസ്. ഇവിടെ ഞാൻ ഇടല്ല. ഞാനേ ഇവിടെ ആരുമില്ല. കാണാൻ പറ്റുമോ അടിയിൽ? അപ്പൊ അപ്പുറം ഇവിടെ തന്നെ കേട്ടോ. ഇവിടെയാ? അപ്പുറത്തെ സൈഡിൽ വരാം. എന്നിട്ടില്ല അല്ല ചേച്ചി, നമുക്ക് ആ ബ്രാല് വെട്ടി കൊടുത്ത് വന്നിട്ട് നോക്കിയാലോ? അവിടെ വെച്ചോ. അത് കുത്തിയിരുത്താം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ടേക്കായിരുന്നു ഗൈസ്. വെള്ളമാണ് ഗൈസ്. ചവിട്ടാവോ? താന്നുവോ? ഞാൻ താന്നൊന്നും പോകത്തില്ല. അയ്യോ ചെരുപ്പ് തന്നു മുമ്പ് പറഞ്ഞ് ഞാൻ മറന്നു ഗൈസ്. നമുക്ക് അവിടെ ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പോവാം. അങ്ങോട്ട് പോകാം. ഇവിടെ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം അത് ഇതൊക്കെയാണ്. ഇവിടെ വെള്ളമാണ് ഗൈസ്. എൻ്റെ അത്ര ആഴമുണ്ട് ഇത്. ഇപ്പോൾ സൂക്ഷിക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിൽ എന്തിനാ ഞാൻ ഗൈസ്. അപ്പം ഞാനപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് കരയെത്തി. ഇവിടെ വെള്ളം ഇതിപ്പോൾ കരയെത്തി. ഇതൊന്ന് മുക്കി നോക്കിയാലോ? ഇതെന്ത് വെച്ചേ? അതിൻ്റെ പുല്ലല്ലേ? അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഈ പുല്ല് ഇഷ്ടപ്പെട്ടു. ഈ പുല്ല് മാത്രമേ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു പണിയാ. ഇനി മീനുണ്ടോ? ഇനി നോക്കണ്ടേ. ഇനിയിപ്പോൾ നാളെ നീ ചൂണ്ടിടാൻ ചെമ്മീനായിട്ട് വരാം. ചൂണ്ടിടാൻ നമുക്ക് നിർത്താം. അല്ല ഈ ചൂണ്ടിടാൻ ഇനി മീനുണ്ടോ ചേച്ചി? അതിൽ മീനുണ്ട്. അതിൽ പറ്റിക്കുമ്പോൾ അറിയാം. ചേച്ചി അതിനകത്ത്
അതിനകത്ത് മീനുണ്ടോ? എൻ്റെ അത്ര ആളുണ്ടോ അത്? എല്ലാം എൻ്റെ അത്ര ആളുണ്ടോ? അയ്യോ, ഞാനാണ് ലോകത്തെല്ലാം ഫേസ്. അല്ലേ ഗൈസ്, ഗൈസ് അല്ലേ 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 ഗൈസ്. അപ്പോൾ ഞാനല്ലേ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണ്ടേ. ഇതിപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഇതൊക്കെ വെട്ട് ചൂണ്ട നമുക്കൊന്ന് ബുക്ക് വയ്ക്കാമല്ലോ. ഇപ്പം കിട്ടില്ല, വെട്ടുകൊണ്ട് നാളെ രാത്രി അടികളും. ആ ഗൈസ്, വവ്വാല് കാണിച്ചു, വവ്വാല് ഞാൻ കാണിച്ചു. വവ്വാല് ഗൈസ്, കാക്കിയൊന്നും ഉദ്ദേശിക്കേണ്ട, വവ്വാലാണ്. ഇതിപ്പോൾ നമുക്ക് പോകാൻ ചെയ്യുമ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാം. ഞാൻ എടുക്കാം ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ബൈ ഈ വാഴ മറ്റേ ഇതിന് പോത്തൊടിച്ചിട്ട് എങ്ങനെയാണ് ഗൈസ്? കഷ്ടം കേട്ടോ ഗൈസ്, എന്തൊരു കഷ്ടമല്ലേ ഗൈസ്? ഇതിപ്പോൾ വാജി ക്യാമറമാൻ ഇതിപ്പോൾ നമ്മൾ ഇതെന്തോ ഗൈസ്, ഈ വാഴയെ ഇവിടെ ഈ വഴിയിൽ നട്ടുണ്ടല്ലോ. ഞാൻ ഒരു ദിവസം മറിഞ്ഞത് അത് ഉറപ്പാണ് ഗൈസ്. ഇവിടെയാണ് മീനൊക്കെ ഉള്ളത്. തവളയുണ്ട് ഇവിടെ, മീനുണ്ട്, തവളയുണ്ട്. കാലും ഇവിടെ കഴുകിയല്ല, അയ്യേ ചെളിയുള്ള. ഇതിപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ കഴുകാം കാല്, അല്ലേ ചേച്ചി? വാ പോവാ ചേച്ചി. ചേച്ചി പിന്നെ ഇങ്ങോട്ട് വന്നില്ലല്ലേ? എവിടെ? അവിടെ ഇട്ടിട്ടുണ്ടോ? അവിടെ ഇട്ടിട്ടുണ്ടോ? ഈ വാഴയുടെ ഇതുണ്ടല്ലോ വളം, ഇതൊരു വളം മേടിച്ച് ഒരു ഇതുണ്ട് മരുന്ന്. അല്ല എന്താ ഇങ്ങോട്ട് വരാൻ ചൂണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങോട്ടൊന്ന് നോക്കട്ടെ. ഇതിപ്പോൾ അങ്ങോട്ടൊന്ന് പോവാണ് ഗൈസ്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെയാണ് വ്ളോഗ് തുടങ്ങിയത്, അതായത് ഞായറാഴ്ച ഹാപ്പി ബർത്ത്ഡേ. അഥവാ 8-ാം തീയതി ഞായറാഴ്ചയാണ് വ്ളോഗ് തുടങ്ങിയത്. വ്ളോഗ് ഓക്കെ ചേ പോവാ ചേ. വീട്ടിൽ കൊതുകടി കൊണ്ടിട്ട് ഇന്ന് സ്കൂളിൽ നിൽക്കാൻ പറ്റിയില്ല, കൊതുകടി കൊണ്ട്. മാന്തി ഇതെന്തുവാ? അയ്യേ എന്തുവാ ഇത്? അതാ വാഴയുടെ ഗൈസ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം ഗൈസ്. ഇതിപ്പോൾ പാലം ഇടക്കിടക്ക് വഴി ഞാൻ മറന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ നേരെ ഇട്ടാൻ തുടങ്ങി. ശാഖയിൽ പോകാം. അടിപൊളി. ഇതിപ്പോ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. എന്നെ പിടിക്കാച്ചേ, വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതില്. ഞാൻ വ്ളോഗ് ചെയ്യുക. പാലമാണ്. ഇതിപ്പോ നാളെ നമ്മള് ചൂണ്ട ഒരു കുളത്തി വീണോന്നറിയാൻ വേണ്ടി നമ്മൾ നാളെ ഒന്ന് അഞ്ചു അതിൻ്റെ വീഡിയോ നാളെ ജീപ്പിൻ്റെ നാളെ ജീപ്പിൻ്റെ വീഡിയോ ചെയ്തു ഗൈസ്. ഇപ്പോൾ നമ്മൾ എവിടെ വെച്ചാൽ പറഞ്ഞാൽ ജീപ്പ് ചെത്താനെ ഗൈസ്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ശരി ഗൈസ് ആർക്കെങ്കിലും ഇവിടെ വന്നെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് പറഞ്ഞേച്ചി. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് കരിമുകളിൽ വന്നിട്ട് നേരെ മിനി ഡോക്ടറെ അടുത്ത് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വേളൂർപ്പാടായി. ആ വേളൂർപ്പാടത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രദേശമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടും കാണാനും ആസ്വദിക്കുന്നതിനും പറ്റും. നല്ല പച്ചപ്പാർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ വേളൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ കൃഷി കാര്യമായിട്ടില്ലെങ്കിലും കൃഷിഭൂമി ഒരുപാടുണ്ട്. അവിടെ കൃഷി നടത്താനുള്ള സൗകര്യമില്ല, അങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴിയില്ല, വാഹനം വരില്ല. ആയതുകൊണ്ട് ആൾക്കാർ ഒരു സ്കൂട്ടർ മാത്രം വന്നുകൊണ്ട് കാര്യമായോ? നമുക്കിവിടെ വണ്ടി വരണം. ഈ പാടത്ത് പണ്ട് കൊയ്ത് ആൾക്കാർ ചുമട് എടുത്ത് അപ്പുറം റോഡിൽ കൊണ്ടുപോകണം. ഇന്നത് ചുമടെടുക്കാനുള്ള പണിക്കാരില്ല. ആയതുകൊണ്ട് നമ്മുടെ ഈ കൃഷിയൊക്കെ തരിശ് ഭൂമിയൊക്കെ കിടക്കുകയാണ്. നമ്മളെ പോലെ ആൾക്കാരെ കണ്ടുപഠിക്കും.
നമ്മളിവിടെ കൃഷി നട്ട് ഇവിടെ തണുപ്പാക്കാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ചൂടാക്കുക, മരം മുറിച്ച് എന്തൊരു കാര്യം അല്ലേ? എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം നോക്കി. സത്യം. ഇതിപ്പോൾ നമ്മൾ കാല കഴുകിയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്കും വീഡിയോ വണ്ടി ചെയ്തോ. ഇതിപ്പോൾ വണ്ടി എടുക്കണേ ഞാൻ കാണിച്ചു തരാം. ഏയ് ഇല്ല ഗീസ്. ഇപ്പോൾ വണ്ടി ഇങ്ങനെയാണ്. ഞങ്ങളൊരു ഇവിടെ ചാടി പോകണമായിരുന്നു പണ്ട്. ഇവിടെ ചാടി അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ ഞാൻ കയറുകയാണേ. ചേട്ടൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ചേട്ടനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പച്ചപ്പ്. എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. ഇവിടുന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മളിവിടെ ഇതിപ്പോൾ പണ്ട് ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഇത്രയും പാടമൊന്നും ഉണ്ടായില്ല. പണ്ട് ഇത്ര പാടൊന്നും ഉണ്ടായില്ല ഇവിടെ. പാടമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇവിടെ വാഴ ഒന്നും ഉണ്ടായില്ലല്ലോ. വാഴയൊക്കെ നമ്മളിപ്പോൾ പാടം നികത്തി പാടത്ത് ഉതി ഓരിയിട്ട് നമ്മൾ വാഴ നട്ടേക്കാണ്. ആ വാഴയൊക്കെ ഇനി കുറച്ച് പണി അതിനകത്ത് ചെയ്യാനുണ്ട്, വളമിടാനുണ്ട്. വളരെ ഭംഗിയായിട്ട് ആ വാഴയൊക്കെ വന്നുണ്ട്. ഞാനാണ് പിടിച്ചാണ്, അതാണ് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കാണുന്നത് വണ്ടി. അപ്പൊ ഇവിടെ ഈ തോടും കൃത്യമായിട്ട് പിടിക്കണം, മൊബൈൽ താഴെ പോരുത് ഗൈസ്. തോടും പിന്നെ ഇവിടെ ഇതും കൂടെ ഉള്ള എന്താ പാടം. ഈ തോടിന്റെ സോറി ഗൈസ്. അപ്പൊ ഞാനിങ്ങനെ വണ്ടിയിൽ കട്ട ആയതുകൊണ്ടാണ് ഇന്ന് കുലുങ്ങണയിൽ കുലുങ്ങലായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് ഒരു പാലമുണ്ട്, കാണാൻ പറ്റില്ല ഗൈസ്. അത് കുട്ടികളെ സൈക്കിളോട്ട് നടക്കുന്നത് അത് കാണിക്കും. എന്താ പേരൊക്കെ ഇതിപ്പോ നമ്മൾ കേരളമാണ്. വണ്ടി ഓടി ഞങ്ങൾ പാടത്ത് ചൂണ്ടിടാൻ വേണ്ടി പോയി. ഇന്നലെ ഒരു പലഹാരം കിട്ടി, അത് ഇട്ടേക്ക. ഇന്ന് 5 എടുത്ത് കിട്ടിയില്ല. 4ാം ക്ലാസ് യൂട്യൂബർ ഈ ആന്റിയുടെ പിടിക്കും. ഇതിപ്പോ നമുക്ക് വീട്ടിലോട്ട് പോകാം. നമുക്ക് ഒരു പണിയുണ്ട് വീട്ടിൽ പോയിട്ട്. ഈ വീഡിയോ ഇടണം, അതാണ് പണി. 77 മിനിറ്റായി നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്, എനിക്ക് പറയാൻ അറിയില്ലെന്ന്. പറഞ്ഞു പഠിക്കണം. അത് ശരിയാ. എന്തെങ്കിലും വായ തോന്നുന്നു പോതയ്ക്ക് പാട്ട് കൈ വെച്ചോണ്ടായിരുന്നു. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാ? 1 കിലോമീറ്ററാ, ഒരു 1/2 കിലോമീറ്റർ. ഇപ്പം 200 കണ്ടോ? അയ്യോ, കുറവ്. ഗൈസ് ഇവിടുത്തെ കനാലാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ കനാൽ ഇതാണ് ഗൈസ്. പക്ഷെ ഇവിടെ ഇപ്പോൾ വേസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ആരും കുളിക്കാനുള്ള വെള്ളമില്ല. ഇതിനേക്കാളും വെള്ളം തോട്ടിട്ടുണ്ട് ഗൈസ്. ഇല്ലാത്ത വെള്ളങ്ങളാണ് തന്നെ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ മരങ്ങളൊന്നും വെട്ടണില്ല. പക്ഷെ മറിയാതെ ഫുള്ളും വെട്ടണം ഗൈസ്. ആണ് ഞാൻ ഇത് ചെയ്യണത്. ഇതിപ്പോൾ ഇനി വീടെത്താൻ വേണ്ടി ഒരു കുറച്ച് മീറ്ററും കൂടെ. മീറ്ററേ ഉള്ളൂ, കിലോമീറ്റർ ഒന്നും ഇല്ല ഗൈസ്. ഇല്ല ഗൈസ്, എത്തി. ഇപ്പൊ എന്താ ഗൈസ്, ഇപ്പൊ നമ്മളുടെ വീട് എങ്ങനെയുണ്ട്? 30 മിനിറ്റാണ് ഇന്നത്തെ വീട്. ഇപ്പോൾ തന്നെ വീടെത്തും 30 ആകുമ്പോഴത്തേക്ക് അല്ലേ ഗൈസ്? 30 മിനിറ്റല്ല, 30 ആവാറായല്ലോ തേങ്ങ. എന്നാൽ ഈ 31 മിനിറ്റ്. ഓക്കെ, 31 മിനിറ്റാണ് ഇന്നത്തെ വീഡിയോ. പ്ലീസ് ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോയിൽ.
അതിലൂടെ ഒരാൾ ഓട് മാറ്റാൻ വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ പ്രദേശം കൊള്ളാല്ലേ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്കിഷ്ടം. മാറായ മാറായവേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറ. അത് നിങ്ങളുടെ വീട് എവിടെയെന്ന് പറ. എൻ്റെ കൂട്ടുകാരന്മാരുടെ പേര് എന്താ പറയുക? കൂട്ടുകാരാണ്. ഫസ്റ്റ് വൺ പ്രശ്നേ, സെക്കൻഡ് വൺ മലാക്കി, തേർഡ് വൺ ജയദേശ്വർ, ഫോർത്ത് വൺ അമർനാഥ്. ഈ വീഡിയോ പിടിച്ച അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.